ഈ ട്യൂണ് കേൾക്കുന്നതിന് അത്ര പ്രശ്നമൊന്നുമില്ല കേട്ടോ, എന്നാൽ കുറച്ചൊക്കെ ഉണ്ട്. എന്തായാലും ഈ ട്രിപ്പ് പോകുന്നത് അഗസ്ത്യാർകൂടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പലർക്കും അറിയുമായിരിക്കും, പലരും ടിക്കറ്റ് നോക്കിയിട്ട് കിട്ടാണ്ട് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അതായത് തിരുവനന്തപുരം ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും സാഹസികമായിട്ടുള്ള ട്രക്കിങ്ങും അതുപോലെ തന്നെ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയുമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ അഗസ്ത്യാർകൂടം. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ബോണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 2 മണിക്കൂർ ദൂരമുണ്ട് ഈ സ്ഥലത്തേക്ക്. ബോണക്കാട് ഇവിടെ ഈ കാണുന്നതാണ് ഒരു ടീ ഫാക്ടറിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ നടത്തേണ്ടായിരുന്ന ഒരു ടീ ഫാക്ടറി. ഇപ്പോൾ ഇവിടെ ഒരു പ്രവർത്തനമില്ല, ഒന്നുമില്ല. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഫുള്ള് തേയില എസ്റ്റേറ്റ് ആയിരുന്നാണ് പറയപ്പെടുന്നത്. നിലവിലവിടെ നമുക്കിപ്പോൾ അവശേഷിപ്പായിട്ടുള്ള ഈ ഫാക്ടറി അല്ലാണ്ട് തേയിലയായിട്ട് കാണാനൊന്നും ഉണ്ടാവില്ല. പക്ഷേ എല്ലാം വലിയ മരങ്ങളാണ്. അതായത് നമ്മൾ വെട്ടി നിർത്തിയിട്ടുള്ള തേയിലകളല്ലേ നമ്മൾ കണ്ടുപരിചയമുള്ളൂ. പക്ഷേ ഇവിടുത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വലിയ വലിയ മരങ്ങളായിരുന്നു. അത് അത്രയും വർഷങ്ങൾക്ക് മുന്നേ അവരവിടെ നിർത്തി. ഇതിപ്പോൾ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബോണക്കാട് നിന്ന് നമ്മൾ ട്രെക്കിംഗ് സ്പോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടേക്ക് പോകുന്ന വഴിയാണ്. അവിടേക്ക് വലിയ വണ്ടികളൊന്നും പോകില്ല. നമ്മൾ ചെറിയ വണ്ടികളും പിന്നെ നടന്നിട്ട് മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ. ബസ്സിനാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ബോണക്കാട് എന്ന് പറഞ്ഞ ടീ ഫാക്ടറിൻ്റെ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ നടക്കണം. ഏകദേശം 2-2.5 കിലോമീറ്ററിനടുത്തുണ്ട്. അരമണിക്കൂറിന് മേലെ നമുക്ക് സമയമെടുക്കും ഈ സ്ഥലത്തേക്ക് എത്താൻ. ഇത് അത്യാവശ്യം ഓഫ് റോഡ് ആണെന്ന് തന്നെ. പിന്നെ വേറെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോകാനും വരാനും ബസ്സുകൾ അധികമൊന്നുമില്ല. അപ്പോൾ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സൗകര്യമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടൈമിങ് കുറച്ച് ഒരു ദിവസം മുന്നോട്ടും ബാക്കോട്ടും കാണേണ്ടി വരും. ട്രെക്കിങ് കഴിഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്ക് തിരുവനന്തപുരത്ത് എത്തണം. അപ്പോൾ അത് ബുദ്ധിമുട്ടാവുമോ സംശയമുള്ളതുകൊണ്ടാണ് നമ്മളെ ഫാമിലിയിലുള്ള ഒരാൾക്കാരുടെ അടുത്ത് നിന്ന് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി എടുത്തത്. ഞങ്ങൾ കസിൻസ്മാർ ഒരു 8 ആൾക്കാർ കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. ട്രിപ്പ് കിട്ടാൻ തന്നെ കാരണം അതിലൊരുത്തം തന്നെയാണ്. അതൊക്കെ നമുക്ക് വഴിയേ പറയാം. ഇതിപ്പോൾ നിലവിൽ ആ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. 2 ദിവസം മുന്നേ പോയിട്ടുള്ള ട്രെക്കിങ്ങിനുള്ള ആൾക്കാരുടെ വണ്ടികളാണ് ഇതിൽ കുറച്ചുള്ളത് ഇന്ന് വന്നിട്ടുള്ള ആൾക്കാരും. അപ്പോൾ തപ്പി നോക്കുമ്പോഴേ പാർക്കിംഗ് കുറച്ചേ സൗകര്യമുള്ളൂ. എന്തായാലും എവിടെയോ കൊണ്ടേ ഒപ്പിച്ചിട്ട് കയറ്റി വെച്ചു. എല്ലാ ഫോറസ്റ്റിലുള്ള പോലെ തന്നെ പ്ലാസ്റ്റിക്കാണ് ഇവിടുത്തെ മെയിൻ ചെക്കിങ്. നമ്മൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് പ്ലാസ്റ്റിക്, പൂജാദ്രവ്യങ്ങൾ അങ്ങനത്തെ പലതും കൊണ്ടുപോകാൻ പറ്റില്ല. ഫുഡ് ഐറ്റംസ് തന്നെ നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പെർമിഷൻ വേണം. പലരും ഇവിടേക്ക് വരുന്ന ട്രെക്കിങ്ങിന് മാത്രമല്ല, ഒരു ഭക്തിമാർഗത്തിലൂടെയാണ്. അതായത് മുകളിൽ അഗസ്ത്യരെ പൂജിക്കാൻ വേണ്ടി വരുന്നവരാണ് പലരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിംഗ് ഉള്ളത്. ഞങ്ങൾ രാവിലെ 7-7:45 കൂടി ബോണക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു, ചെക്കിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്ക്, അതായത് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് ഏകദേശം 9:15 കഴിഞ്ഞു. ആദ്യം നടന്നു തുടങ്ങിയപ്പോൾ തന്നെ സംഭവം ഞങ്ങൾക്ക് മനസ്സിലായി, ഇതൊരു രക്ഷയില്ലാത്ത സ്ഥലമാണ് എന്നുള്ളത്. കാരണം അത്ര മനോഹരമാണ് സ്റ്റാർട്ടിങ് തന്നെ. അങ്ങോട്ട് പോകുന്തോറും ഇതിൻ്റെ ഭംഗി കൂടിക്കൂടി വന്നു. ഓരോരോ ചെറിയ അരുവികളും വലിയ പുഴകളും കടന്ന് വേണം നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ. ഒരു അരുവി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് കഴിഞ്ഞു, ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. നോക്കുമ്പോഴേക്ക് അതിൻ്റെ അപ്പുറത്ത് അതിൽ വലുതുണ്ടാവും. അങ്ങനെ അടുത്തത്. ഈ കയറ് പിടിച്ച് വരുന്നത് അത്ര സിമ്പിളൊന്നല്ല കേട്ടോ. ചിലവരത് ക്രോസ് ചെയ്യുന്നത് കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നും. പക്ഷെ ചിലവർക്ക് അതൊരു വളരെ സിമ്പിളുമാണ്. രണ്ടും ഇല്ലാത്തതാണ്. നമ്മളെ വയനാട്ടുകാർക്ക് എനിക്ക് തോന്നുന്ന വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. ഞങ്ങളെ കസിൻസ്മാർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. ഞങ്ങൾ 8 ആളും സിമ്പിളായിട്ട് കയറി വന്നു, വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. തലേന്ന് ട്രെക്കിങ് കഴിഞ്ഞ് തിരിച്ചു വന്ന ആൾക്കാർക്ക് ഈ റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു എന്നാണ് പറഞ്ഞത്. കാരണം ഈ റിവറിൽ എപ്പോൾ വേണമെങ്കിലും വെള്ളം കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മളെ കടത്തി വിടുള്ളൂ. നമ്മളെ കൂടെ എപ്പോഴും ഒരു ഗൈഡും കൂടി ഉണ്ടാവും കേട്ടോ. ആൾക്ക് ഒരു ഗൈഡ് എന്നുള്ള കണക്കിലാണ് ഉണ്ടാവുക. നമ്മളെ കൂടെ ആരെങ്കിലും ഒരാൾ സ്ലോ ആണ് അല്ലെങ്കിൽ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ അയാളെ കൂടിയായിരിക്കും പുള്ളി ഉണ്ടാവുക. ചിലപ്പോൾ നമ്മളോട് പറയും നിങ്ങൾ മുമ്പിൽ പോയിക്കോ, നമ്മൾ വലിയ കുഴപ്പമില്ല എന്നുള്ള പുള്ളിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പിൽ പോയിക്കോ എന്ന് പറയും. കാരണം ഫുള്ള് അങ്ങ് വരെ ഫുള്ള് വഴിയുണ്ട്, നല്ല വൃത്തിയുള്ള വഴി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പോയിക്കോളാൻ പറയും. അങ്ങനെ ഞങ്ങൾ ആദ്യം മുമ്പിൽ നടന്നു. ഇനി അപ്പോൾ നമുക്ക് ടിക്കറ്റിനെ കുറിച്ച് പറയാം. ടിക്കറ്റ് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിലും ഓഫ്ലൈനിലും 2 ടൈപ്പിലുണ്ട്. പക്ഷേ ഞങ്ങൾ നമ്മളെ സുഹൃത്തായിട്ടുള്ള ശ്രീജിത്തിൻ്റെ കെയർ ഓഫിലാണ് ഞങ്ങൾ എത്തിയത്. എങ്ങനെയൊക്കെയോ കൂടി ടിക്കറ്റ് ഒപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിതിന് സീസൺ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി പല പ്രാവശ്യം നോക്കിയിട്ട് നടന്നിട്ടില്ല. ഓൺലൈനിൽ നോക്കിയിരിക്കുന്ന സമയത്ത് ടിക്കറ്റ് ഫില്ലാവും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അഗസ്ത്യാർകൂടത്തേക്ക് നമുക്ക് 2 ടൈപ്പിൽ പോവാം, സീസണും ഓഫ് സീസണും. സീസൺ എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് വരെ അങ്ങനെ പറ്റിയാണ്. ജനുവരി പകുതി തൊട്ട് മാർച്ച് വരെ അങ്ങനെ പറ്റിയാണ്. കറക്റ്റ് എനിക്ക് ഡേറ്റ് അറിയില്ല. അത് ആ സമയത്ത് അനൗൺസ്മെന്റ് ചെയ്യുള്ളൂ. ആ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കുറവായിരിക്കും, പക്ഷെ ഫുഡ് ഉണ്ടാവില്ല.
ഈ ഓഫ് സീസൺ റേറ്റ് കൂടുതലായിരിക്കും, ഫുഡ് ഇൻക്ലൂഡഡ് ആയിരിക്കും. അതാണ് വ്യത്യാസമുള്ളത് മെയിനായിട്ട്. 2 ടിക്കറ്റും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഓൺലൈനിൽ മാത്രമേ ഓഫ് സീസണിലുള്ളൂ. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈനിലും ഉണ്ടാവും, ഓൺലൈനിലും ഉണ്ടാവും. അതായത് ഇപ്പം നിങ്ങളിപ്പോൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തൊട്ട് തലേ ദിവസം ഓഫ്ലൈൻ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചിന്തിക്കാം. ഓഫ് സീസണിൽ ടിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ തന്നെ നോക്കണം എന്ന് പറഞ്ഞല്ലോ. അത് റിലീസ് ചെയ്യുന്ന ഡേറ്റ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിച്ചു നോക്കണം. അതായത് ഫോറസ്റ്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിച്ചു നോക്കിയാൽ എന്ന് റിലീസ് ആവുന്നുള്ള അറിയാൻ പറ്റും. അങ്ങനെ വേണം നമ്മൾ നോക്കാൻ. അത് നോക്കി ഇരുന്നിട്ട് ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഇതിൽ വേറെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പാക്കേജുകൾ ചെയ്യുന്നുണ്ട്. പാക്കേജ് ചെയ്യുന്ന ആൾക്കാർ അവർ ഓൾറെഡി പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് പോകും. അപ്പം അതും കൂടി നമ്മളും ശ്രദ്ധിക്കണം. വളരെ നെറ്റ് സ്പീഡുള്ള സ്ഥലത്ത് മാത്രമേ ചിലപ്പം കിട്ടുള്ളൂ. എന്തായാലും എങ്ങനെയൊക്കെ കൂടി ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. അങ്ങനെ കിട്ടിയ അവസരം എന്തായാലും ഞങ്ങൾ മുതലാക്കി. ഞങ്ങൾ ട്രെക്ക് ചെയ്ത് കയറിയ ദിവസം ഏകദേശം 100-ൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. അതിൽ മലയാളീസ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു 20-ൽ താഴെ ആൾക്കാർ മാത്രമേ മലയാളീസ് ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ്. അവർ വന്നത് ഒന്ന് ട്രെക്കിങ്ങിലായിട്ടുള്ള താല്പര്യമുള്ള ആൾക്കാരുണ്ട്, അല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള അതിനു വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അതായത് മുകളിൽ അഗസ്ത്യരെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന, ഇതിന്റെ ടോപ്പിലുള്ള അഗസ്ത്യർ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണെന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനെ അപ്പം നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളോട് ഞാൻ ചോദിച്ചു, അതായത് നമ്മളെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ടീം, അവരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ശിവഭഗവാന്റെ കല്യാണത്തിന്റെ സമയത്ത് എല്ലാവരും ആ കല്യാണത്തിന് പോകും. അപ്പം അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഒരു ഇൻബാലൻസിങ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ അഗസ്ത്യരോട് അവിടെ പോയി ഇരുന്ന് ആ ബാലൻസ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ശിവന് തുല്യമാണെന്നാണ് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത്. അപ്പം ശിവനും ഈ അഗസ്ത്യനും തുല്യ ശക്തി ഉള്ളത് കൊണ്ടാണ് അയാളോട് അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞതെന്നാണ് പുള്ളി പറഞ്ഞത്. അതുമാത്രമല്ല, ഈ അഗസ്ത്യമുനിക്കൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ജൈവ വൈവിധ്യ കലവറയും കൂടിയാണെന്ന് പറയപ്പെടുന്നത്. നമുക്ക് അതിലെ കൂടി പോകുമ്പോൾ നമുക്കും അതിന്റെ ഗുണങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ ഏകദേശം ഒരു പുൽമേട്ടിലേക്ക് എത്താൻ തുടങ്ങി. ഇത് പുൽമേട്ടല്ല, പുൽമേടക്കിലേക്ക് ഉള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോഴേക്ക് ഞങ്ങൾ മടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മടുത്തു വെച്ചാൽ വല്ലാണ്ട് മടുത്തിട്ടൊന്നുമില്ല, എന്നാലും ചാർജിൻ്റെ ഒരു സംശയം, മുകളിൽ ചാർജിങ് ഉണ്ടാവുമോ ഇല്ല എന്നുള്ള ഡൗട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീഡിയോ ഞാൻ അധികം എടുത്തിട്ടില്ല. മുകളിൽ ചാർജിങ് പോയിന്റ് വളരെ കുറവാണ്, അതിന് റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരം നമ്മളവിടെ എത്തിയത് 3 മണിക്കൊക്കെയാണ്. പക്ഷേ ആ സമയത്തൊന്നും ചാർജിങ് പോയിന്റിലൊന്നും ചാർജിങ് ഇല്ല, കാരണം അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല. നിലവിൽ സോളാറും ജനറേറ്ററും വെച്ചിട്ടാണ് അവർ പവർ നൽകുന്നത്. ഇതാണ് നമ്മളെ ബേസ് ക്യാമ്പ്, അതിരുമല ബേസ് ക്യാമ്പാണിത്. ഇവിടെ നമുക്ക് ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് റൂമാണ്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാൻ ഇവിടെ ആളുണ്ട്. നമുക്ക് കഴിക്കാനുള്ള ക്യാൻറ്റീന് തൊട്ടപ്പുറത്തുള്ള കാണുന്ന ആ ക്യാൻറ്റീൻ തന്നെയാണ് നമുക്കുള്ളത്. ഇത് ബേസ് ക്യാമ്പിൽ നിന്ന് അഗസ്ത്യർകൂടത്തിൻ്റെ ഒരു വ്യൂ ആണ്. ഈ മലയാണ് നമുക്ക് നാളെ കയറാനുള്ളത്. നാളെ അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തലേദിവസം വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് രാവിലെ 7:15 എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം പോകുന്ന പോക്കാണ് ഈ കാണുന്നത്. തലേ ദിവസം തളർന്നു പോയവരൊക്കെ പിറ്റേ ദിവസത്തേക്ക് നല്ല ഊർജ്ജസ്വലരായിട്ടാണ് വന്നിട്ടുള്ളത്.
എന്തായാലും എത്ര ദൂരം പോകുമെന്ന് നമുക്ക് കണ്ടറിയാമല്ലേ. അതങ്ങനെ തന്നെയാണ്. ആദ്യത്തെ ഒരു ആവേശം മാത്രമേ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. ഞങ്ങളും അങ്ങനെ തന്നെ ആവേശം മൂത്ത് ഞങ്ങൾ അടിച്ചു വിട്ട് ആദ്യം. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കും ബുദ്ധിമുട്ട്. എല്ലാവരും പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവർക്കാണ് സ്പിരിച്വലി കൂടുതലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് അവരാണ് അവിടെ പ്രാർത്ഥിച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മളും അതേപോലെ പ്രാർത്ഥിച്ചു. എന്തായാലും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുതല്ലോ. ആ നടത്തം അങ്ങനെ തുടർന്നു. നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ദിവസം ബേസ് ക്യാമ്പിൽ വൈകുന്നേരത്തെ ചായ തൊട്ടാണ് നമുക്ക് അവിടെ ഫുഡുള്ളത്. വൈകുന്നേരം ചായ, ഒരു ബജ്ജി, പിന്നെ രാത്രി കഞ്ഞി ഉണ്ടാവും. കഞ്ഞി, ഒരു ഉപ്പേരി, പപ്പടം, അച്ചാർ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. പിറ്റേ ദിവസം രാവിലെ പൂരി ബജി ഉണ്ടാവും. പിന്നെ രാവിലെ തന്നെ കാപ്പിയുണ്ട്. ആ പൂരി ബജി കഴിച്ച പാടാണ് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ട്രെക്കിംഗ് പോയി തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്കത്തെ ലഞ്ച് ഉണ്ടാവും. അത് നോർമൽ ചോറ്, സാമ്പാർ, രസം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ വൈകുന്നേരം പിന്നെയും ചായയും ബജ്ജിയുണ്ട്. അത് കഴിഞ്ഞാൽ രാത്രി പിന്നെയും കഞ്ഞി തന്നെ. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് പുട്ടും കടലക്കറിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് തന്നെയാണ് നോർമലി ഉള്ള എല്ലാ ദിവസത്തെയും മെനു എന്നാണ് അറിഞ്ഞത്. ആദ്യത്തെ ദിവസത്തെ പോലത്തെ അല്ല രണ്ടാമത്തെ ദിവസത്തെ ട്രെക്കിങ്. ഇത് കുറച്ച് കട്ടി തന്നെയാണ്. അതല്ലേ കയറ് പിടിച്ച് കയറുന്നത്. കയറ് പിടിച്ച് കയറേണ്ടത് ഇവിടെ തന്നെയുള്ളൂ. മറ്റേത് കയറ് പിടിച്ച് നമുക്ക് ഏകദേശം പിടിച്ചൊരു സപ്പോർട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇതിവിടെ നമ്മൾ ഫുൾ സപ്പോർട്ട് കയറിന് കൊടുക്കണം. കാരണം നല്ല കുത്തനെയാണ്. കൈ തെറ്റിപ്പോയി കഴിഞ്ഞാൽ കുടുങ്ങി. പിന്നെ നേരെ താഴെ എത്തിയാൽ മതി. എന്നാലും ഒരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ് ഇത് മുകളിലേക്ക്. പിന്നെ കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞാൽ പകുതി എത്തിക്കഴിഞ്ഞാൽ ഒരു പൊങ്കാലപ്പാറ എന്ന് പറഞ്ഞൊരു പാറയുണ്ട്. അത് ഇവരുടെ സ്പിരിച്വലി എന്തൊക്കെയോ പൂജകളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യാറുണ്ടെന്നാണ് അറിഞ്ഞത്. ഇതാണ് പൊങ്കാലപ്പാറ. അപ്പോൾ ഭയങ്കര കാറ്റുമാണ്. അവിടെ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അവിടെ വെള്ളം കൂടുതൽ കിട്ടുന്ന സ്ഥലമാണ്. അതാണ് അവിടുത്തെ മെച്ചം. കയറുന്ന വഴിക്ക് ഫുള്ള് കോടയായിരുന്നു. എല്ലാ സ്ഥലത്തും കോട. നമ്മൾ മുകളിൽ എത്തുന്നവരെ ഫുള്ള് കോടയായിരുന്നു. ഒന്നും കാണുന്നതന്നെ ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത് മുമ്പിൽ പോകുന്ന ആളവരെ കാണാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത്രയ്ക്ക് കോട. എന്നാൽ പാറയിലൊന്നും അധികം വഴുക്കലും ഇല്ല. മഴയും വെള്ളവും അത്രയ്ക്ക് ഉണ്ടായിട്ടും പാറകളിലൊന്നും അധികം വഴുക്കലില്ല. നമ്മൾ വയനാട്ടിലേക്കാണെങ്കിൽ ഇപ്പോഴേക്ക് നല്ല വഴുക്കൽ പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനത്തെ തരത്തിലുള്ള വഴുക്കലോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കയറാൻ കുറച്ച് സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ ട്രെക്കിംഗ് ഷൂവിൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ട്രെക്കിംഗ് ഷൂ വേണം നിർബന്ധമാണെന്നൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളവിടെ ചെന്നപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു നിർബന്ധമൊന്നുമില്ല. അവർ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ സ്ലിപ്പേഴ്സ് ഒക്കെ ഇട്ടിട്ടാണ് അവർ നടക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കും അതുപോലെ പോകാമെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഷൂവിൻ്റെ കാര്യം ഞങ്ങളങ്ങ് ഒഴിവാക്കി. എല്ലാവരും ഇല്ല, കുറച്ച് ആൾക്കാർ. ഞങ്ങളിൽ 3 ആൾക്കാർ ഷൂ ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ സൗകര്യം തോന്നി. ഇപ്പോൾ നമ്മൾ ഏകദേശം മുകളിലെത്താനായി. അതായത് ഏറ്റവും ടോപ്പിലേക്ക് എത്താനായി. രാവിലെ 11 മണി വരെ മാത്രമേ നമുക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ട്രെക്കിംഗ് അലൗഡ് അല്ല. അതുകൂടാതെ തന്നെ ക്ലൈമറ്റും നിർബന്ധമാണ്. ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് കയറ്റി വിടുള്ളൂ. ഞങ്ങളിപ്പം ഈ കഴിഞ്ഞ 2-3 മാസത്തിൽ 10 ടീമിൽ ആകെ 3 ആൾക്കാർ മാത്രമേ മുകളിലേക്ക് കയറാൻ പറ്റിയിട്ടുള്ളൂ. അതിലൊരു ടീമാണ് ഞങ്ങളത്. പോകുന്ന വഴിക്ക് നമ്മൾ വേറെ പലരും കൂടി കണ്ടു കേട്ടോ. ഇത് ട്രെക്കിങ്ങിന് വേണ്ടി വരുന്നവരല്ല, അല്ലാണ്ട് റിസർച്ചും കാര്യങ്ങളും വേണ്ടിയിട്ടുള്ളവർ. ലക്നൗ എന്നുള്ളതും അതേപോലെ തന്നെ നമ്മളെ കേരളത്തിൽ നിന്നുള്ള പല സ്റ്റുഡൻസും കാര്യങ്ങളും അവിടെ റിസർച്ചിന് വേണ്ടിയിട്ട് പല ചെടികളും ഇതൊക്കെ അന്വേഷിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടോ. ഇതാണ് നമ്മുടെ അഗസ്ത്യരുടെ വിഗ്രഹം. ഇവിടെയാണ് പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ സ്വയംഭൂവായിട്ട് 2 സങ്കല്പമായിട്ട് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പ്രത്യേകം കെട്ടിത്തിരിച്ച് ബ്ലോക്കാക്കിയിട്ടുണ്ട് അകത്തേക്ക് ആരും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ പകുതി പേരും ഒളിഞ്ഞും മറിഞ്ഞും പല രീതിയിലും അവിടേക്ക് പൂജാദ്രവ്യങ്ങളൊക്കെ കൊണ്ടുപോയി വലിച്ചെറിയുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ മുൻകരുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങൽ തുടങ്ങി. 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ ഏകദേശം മുകളിലെത്തി. 1 മണിക്കൂർ അവിടെ നിന്ന് ഒരു 11 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി. തിരിച്ചിറങ്ങുന്ന സമയത്തും പലരും കയറിക്കൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും ഒന്നും കയറി ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ എത്തുന്ന സമയത്ത് ഏകദേശം ഒരു 10-15 ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കയറിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അതിലൊരു 3-4 ആൾക്കാർക്ക് കയറാൻ പറ്റാണ്ട് തിരിച്ചു പോവുകയും ചെയ്തു. അതിൽ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ശ്വാസം മുട്ടൽ വന്നു. പകുതി എത്തിയപ്പോഴേക്കും ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്ന് മൂപ്പർക്ക് ശ്വാസം എടുക്കാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് തിരിച്ച് ബാക്കോട്ടേക്ക് ഇറങ്ങി. എന്തായാലും മൂപ്പർക്ക് പകുതിയാണെങ്കിൽ പകുതി എൻജോയ് ചെയ്യാൻ പറ്റി. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് കേട്ടോ ഇതിന്. നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ അതിൽ പുള്ളിക്ക് പ്രശ്നമുള്ളതായിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല. അത് ആ സമയത്ത് വന്നതും ആവാം കേട്ടോ. അല്ലാണ്ട് പെട്ടെന്ന്
മെഡിക്കലിൽ കാണണം നിർബന്ധമൊന്നുമില്ല. നമുക്കും പെട്ടെന്ന് മെഡിക്കൽ ഉണ്ടെങ്കിലും കാര്യമൊന്നുമില്ല. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ സിറ്റുവേഷൻ എന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. തിരിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് കോടയോ അല്ലെങ്കിൽ ഈ മഞ്ഞോ ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 3 ഡാമുകൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. തമിഴ്നാട്ടിലുള്ള ഒരു ഡാം, പിന്നെ നമ്മുടെ നെയ്യാർ ഡാം, പേപ്പാറ ഡാം, ഇങ്ങനെ 3 ടൈപ്പ് ഡാം നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇവിടുന്ന് മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ അപാരമായിട്ടുള്ളൊരു ഭംഗിയാണ് നമുക്ക് തരിക. പ്രത്യേക ഒരു അനുഭൂതിയാണ്. മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമ്മളെ ബേസ് ക്യാമ്പും കൂടി നമുക്ക് കാണാൻ പറ്റും കേട്ടോ താഴേക്ക്. അതും അടിപൊളി തന്നെയാണ്. ഈ മലനിരകളുടെ താഴെയായിട്ടാണ് നമ്മളെ ബേസ് ക്യാമ്പ് വരുന്നത്. അങ്ങനെ നമ്മൾ ട്രെക്കിംഗ് ഏകദേശം അവസാനിച്ചു. മഴയോ കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ട്രെക്കിങ്ങിന് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാൻ പറ്റും.